ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. കടലപ്പരിപ്പും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മാത്രം ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബോണ്ടയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇത് മുഴുവനായിട്ടും മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. വെള്ളം ഓവറായി പോകരുത്, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ടങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ചെറിയ ചെറിയ തരികളോടെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലോട്ടൊരു അര ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വെറും 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇത് മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം, അധികം ടൈറ്റ് ആയി പോകാൻ പാടില്ല. ഇനി പെട്ടെന്ന് തന്നെ ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് ബോണ്ട ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സൈഡെല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡ് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചന ദാൽ ബോണ്ട റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരത്തൊക്കെ ഇതുപോലെ ഒരു ടേസ്റ്റി പലഹാരം ചൂട് ചായക്കൊപ്പം കഴിക്കാനുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇപ്പോൾ ഇത് സെക്കൻഡ് ബാച്ചിലുള്ള ബോണ്ടയും അടിപൊളിയായി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് കണ്ട ഒട്ടും എണ്ണമായ ഒന്നുമില്ല. നിങ്ങൾക്കിത് ധൈര്യമായി തന്നെ ഉണ്ടാക്കാം. ഇതിൻ്റെ പുറമേയൊക്കെ എന്തോരം ക്രിസ്പി ആണെന്നറിയോ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമാണ്. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചന ദാൽ ബോണ്ട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.